ബി.ജെ.പി. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ പാലക്കാട് നഗരസഭയിൽ പ്രമീള ശശിധരനെ അധ്യക്ഷയാക്കാൻ സാധ്യത. തുടർച്ചയായി 4 തവണ നഗരസഭാ കൌൺസിലറായി പ്രവർത്തിക്കുന്ന പ്രമീള ശശിധരന്റെ പേരിനാണ് ആർഎസ്എസും മുൻതൂക്കം നൽകുന്നത്. എന്നാൽ വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ 2 പേരാണ് പരിഗണനയിലുള്ളത്. 24 സീറ്റ് നേടി പാലക്കാട് നഗരസഭയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ ബി.ജെ.പി. നഗരസഭാ അധ്യക്ഷയായി 2 പേരെ പരിഗണിച്ചിരുന്നെങ്കിലും മുതിർന്ന കൌൺസിലറായ പ്രമീള ശശിധരനെ പരിഗണിക്കണമെന്ന അഭിപ്രായത്തിനാണ് മുൻതൂക്കം ലഭിച്ചിട്ടുള്ളത്. 4 തവണ തുടർച്ചയായി കൌൺസിലറായി പ്രവർത്തിക്കുന്ന ഇവരുടെ പരിചയസമ്പത്തും അനുഭവവും തങ്ങൾക്ക് ആദ്യമായി ലഭിച്ച നഗരസഭയുടെ ഭരണം മികച്ചതാക്കാൻ കഴിയുമെന്ന ചിന്തയിലാണ് ആർഎസ്എസും ബി.ജെ.പിയും. മറ്റൊരു കൌൺസിലറായി ദിവ്യയുടെ പേരും പരിഗണനയിലുണ്ട്. വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് 2 പേരാണ് തുല്യ പരിഗണനയിലുള്ളത്. ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് സി കൃഷ്ണകുമാർ, സംസ്ഥാന സമിതി അംഗം എസ്.ആർ. ബാലസുബ്രഹ്മണ്യം എന്നിവരാണ് മുൻപന്തിയിലുള്ളവർ. ദേശീയ നിർവാഹക സമിതി അംഗം എൻ ശിവരാജനെ വൈസ് ചെയർമാനായി പരിഗണിക്കണമെന്ന അഭിപ്രായമുള്ള ഒരു വിഭാഗവും പാർട്ടിയിലുണ്ട്. എന്നാൽ ജയിക്കുമെന്ന് ഒരു ഉറപ്പുമില്ലാത്ത വാർഡിൽ മത്സരിച്ച് അട്ടിമറി വിജയം നേടിയ കൃഷ്ണകുമാറിനെ പരിഗണിക്കണമെന്ന വാദവും മുൻപ് വൈസ് ചെയർമാനായി കുറച്ചുകാലം പ്രവർത്തിച്ചതിന്റെ അനുഭവ പരിചയം ഉള്ളതിനാൽ എസ്.ആർ. ബാലസുബ്രഹ്മണ്യത്തിനെ പരിഗണിക്കണമെന്ന വാദവും ബി.ജെ.പിയിൽ ഉയർന്നിട്ടുണ്ട്. മുരളീധര വിഭാഗത്തോട് അടുപ്പം പുലർത്തുന്നയാളാണ് എന്നതിനാൽ കൃഷ്ണകുമാറിന് സാധ്യതയേറെയാണ്. റിപ്പോർട്ടർ, പാലക്കാട്.